ഹായ് ഹലോ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഭീമാപ്പള്ളി പോവാം. അവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ന് ഉറൂസാണ്. നമ്മളെല്ലാവരും കരുതി പോയത് ഭീമാപ്പള്ളിയിൽ ഉമ്മിച്ചാടെ എല്ലാം മൊത്തത്തിലുള്ള ഉറൂസാണെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ബാവ കല്ലടി മസ്താൻ്റെ ഉറൂസാണെന്ന്. അങ്ങനെ അവിടുത്തെ കൊടിയേറ്റാണെന്ന് അങ്ങനെ അറിഞ്ഞു. അത് ഒരു 4 മണിക്ക് ശേഷമായിരുന്നു. ഞങ്ങളെല്ലാം വിചാരിച്ചത് രാവിലെ ആയിരിക്കും. അയ്യോ ഞങ്ങൾ താമസിച്ച് പോയി അവിടെ എത്തുമ്പോഴത്തേനെല്ലാം കഴിയുമെന്നൊക്കെ കരുതി. പക്ഷേ ഒന്നും നടന്നില്ല. 4 മണിക്ക് ശേഷമായിരുന്നു. ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ ബോറടിച്ചൊക്കെ ഇരുന്ന് വെളിയിലത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് അവസാനം തിരുവനന്തപുരം സിറ്റി എത്തി. ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറി നേരെ ഭീമാപ്പള്ളിയിലോട്ട് പോയി. ഭീമാപ്പള്ളി എത്തിയപ്പോഴത്തേക്കിന് ഞങ്ങൾ വണ്ടിയിൽ ചാടി ഇറങ്ങി അവിടെ എല്ലാം കൂടി നടന്ന് ഞങ്ങളങ്ങനെ ഒന്ന് ചായ കണ്ട് സലാം പറയാനായിട്ട് പള്ളിക്കകത്തേക്ക് ഓടിക്കേറി. എൻ്റെ നാത്തൂനും പിന്നെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ആങ്ങളെയും വൈഫും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാമ പിന്നെ വാപ്പ എൻ്റെ പപ്പ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചായ കണ്ട് സലാമൊക്കെ പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ചായ അവിടെ എത്തിയപ്പോൾ അതാ ഞങ്ങൾ പേടിച്ചതല്ലോ, അയ്യോ എല്ലാം കഴിഞ്ഞ് കാണും എന്നെല്ലാം വിചാരിച്ചു. പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. മുട്ട വറുത്തതും തോരനും മെഴുക്കുവരട്ടിയും അച്ചാറും എല്ലാം കൂട്ടി ചോറെല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ചുമ്മാ ചുറ്റി കാണാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേന് 4 മണിയൊക്കെ ആവാറായി. അവിടെ വന്നപ്പോൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ചായക്കടയിലോട്ട് പോയി. ഇതാണ്ട് ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലോഗറാണ് പേര് നാത്തൂൻ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കും ബ്ലോഗിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചായ കുടിച്ചു. അങ്ങനെ മുട്ട ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇനി ഒരു പ്രത്യേകത ഒരു ആക്ഷനൊക്കെ കാണാം ആ മുട്ട ബജ്ജി കഴിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈല് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് നേർച്ചപ്പങ്കൊക്കെ കിട്ടി. അതും കഴിച്ചു. പിന്നെ ഞങ്ങൾ സമയമായപ്പോഴത്തേക്കിന് കൊടിയേറ്റ് ആവാറായപ്പോഴത്തേക്കിന് അവിടെ കല്ലടി ബാവയുടെ വസതിയിൽ ചെന്നിരുന്നു. കൊടിയേറ്റൊക്കെ ആവാറായി, പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞങ്ങൾ നേർച്ച നിയത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ച് കൊടിയൊക്കെ വാങ്ങിച്ച് അതിൽ കൊടിമരത്തിൽ എല്ലാവർക്കും കെട്ടാൻ പറ്റുന്നൊരു കൊടിമരമുണ്ട്, അതിൽ കെട്ടി അതും ഉയർത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാവ കല്ലടി മസ്താൻ്റെ കൊടി ഉയർത്തി തുറന്നു. കൊടിയേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജനം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും തക്ബീറൊക്കെ വിളിച്ച് കൊടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കൊടിയേറ്റെല്ലാം കഴിഞ്ഞ് നേർച്ചപ്പങ്കെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടേന് സന്ധ്യയായി. അങ്ങനെ ഞങ്ങൾ സലാമെല്ലാം പറഞ്ഞ് ഭീമാമ്മച്ചടുത്തും മകൻ്റെ അടുത്തും പിന്നെ നമ്മുടെ കല്ലടി ബാവയുടെ അടുത്തും എല്ലായിടത്തും സലാമൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര അവിടുന്ന് തിരിച്ചു. ഞങ്ങൾ ബസ്സിൽ കയറി. അവിടുന്ന് കുറച്ച് വെയിറ്റ് ചെയ്തു, ബസ് എടുക്കാൻ താമസിച്ചു. ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7:30 ഒക്കെ ആയി. ഞങ്ങൾ എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റിൻ്റെ അടുത്ത് സീറ്റൊക്കെ പിടിച്ചിരുന്നപ്പോൾ സമയമായി. അങ്ങനെ ഞങ്ങൾ പുനലൂരേക്ക് തിരിച്ച് യാത്രയായി. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു.